ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് എന്ന് വെച്ചാൽ നമുക്ക് മുടി ഒന്നോ രണ്ടോ ഒക്കെ നരച്ചിറങ്ങുന്ന സമയത്ത് ഹെയർ ഡൈ ചെയ്യാന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. മുടി നരയ്ക്കുന്നത് തടയാനും നരച്ച മുടി കറുക്കാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതുപോലെ തന്നെ പുതിയ മുടി വളരാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഹെയർ പാക്ക്. ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ്. ഈ ഒരു ചെത്തിപ്പൂ കണ്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇത് നല്ല നാടൻ ചെത്തിപ്പൂവാണ് കേട്ടോ. യാതൊരുവിധ പരിചരണം ആവശ്യമില്ല. വെറുതെ ഒരു കൊമ്പ് കുത്തി കൊടുത്താൽ മതി. നമ്മൾ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ പൂവങ്ങ് ഉണ്ടായിക്കോളും. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെമ്പരത്തി പൂവ്, തുളസി ഇല, മൈലാഞ്ചി ഇല. ഇനിയിപ്പം നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കറ്റാർ വാഴയാണ് കേട്ടോ. നമ്മൾ കറ്റാർ വാഴയുടെ എടുക്കുമ്പോഴത്തേനും മഞ്ഞക്കറയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് കുറച്ച് സമയം മുറിച്ച് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ആ ജെല്ല് മാത്രം കുറച്ചധികം സമയം വെള്ളത്തിലിട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാനും മുടി കൊഴിച്ചിൽ വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തുളസി ഇല, അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്, അതുപോലെ മൈലാഞ്ചി ഇല, ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കല്ലിൽ വെച്ച് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, മുടി നരയ്ക്കുന്ന സമയത്ത് നെറ്റിയുടെ സൈഡിൽ അതുപോലെ എല്ലാവരും പെട്ടെന്ന് കാണുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ മുടി നരയ്ക്കുന്നത്. അപ്പം നമുക്കൊരു ചെറിയ അപകർഷതാ ബോധമൊക്കെ ഉണ്ടാവും. കൊച്ചു കുട്ടികൾക്ക് പോലും മുടി നരയ്ക്കുന്ന ഒരു ടൈമാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നരച്ച മുടി കറക്കാനും നര വരാതെ ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഞാൻ എല്ലാം നന്നായി കഴുകിയിട്ടാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇലയൊക്കെ പറിക്കുമ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനിയിപ്പോൾ മൈലാഞ്ചി ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചി പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കഞ്ഞിവെള്ളം വേണമെന്നില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളം ചേർക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് അരിച്ചെടുക്കാൻ വേണമെങ്കിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് നീലാമരിയുടെ ഇല ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഒപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നീലാമരി പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നരയൊക്കെ ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ മുടിയിൽ ഒന്നോ രണ്ടോ നരയൊക്കെ ഉണ്ടെങ്കിൽ നീലാമരി പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം തലയോട്ടിയിലും അത് കഴിഞ്ഞ് മുടിയുടെ തുമ്പ് വരെ ഓരോ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1 അവർ വെയിറ്റ് ചെയ്യുക. 1 അവറിന് ശേഷം നിങ്ങൾ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകാവുള്ളൂ. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും മാസത്തിൽ 2 തവണ, അതായത് 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. നല്ല റിസൾട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു.